അപ്പോൾ അത് 2-3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. പനിയായിരുന്നു, ഞങ്ങൾക്ക് 2 പേർക്കും സുഖമില്ലായിരുന്നു. എനിക്കും അയിത്താണ്ടാണ് ആദ്യം പനി വന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞ് എനിക്കും കൂടി വന്നു. ലാസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടത് അയിത്താണ്ട് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരുന്നു. പിറ്റേ ദിവസം ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേനും എനിക്കും ഇതുപോലെ പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ പനി ഉണ്ടായിരുന്നില്ല. എനിക്ക് പക്ഷെ പനി കൂടിപ്പോയിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. ഇത് ഞാൻ അന്ന് എനിക്ക് പനി വന്നതിൻ്റെ ആ ഒരു ഉച്ച സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിനും പറ്റിയിട്ടില്ല, ആകെ കിടപ്പായി പോയി. അപ്പോൾ പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നിനും എനിക്ക് വയ്ക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനിപ്പോൾ ആ വീഡിയോ ഒക്കെ എടുത്തൊന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോഴും എനിക്ക് ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. എൻ്റെ സൗണ്ട് ഇങ്ങ് കേട്ടാൽ തന്നെ മനസ്സിലാവും, ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ അങ്ങോട്ട് അടഞ്ഞ് ഇപ്പോഴും ആ ഒരു മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് മാറിയിട്ടില്ല. അല്ലെങ്കിലും ഇപ്പോഴത്തെ പനിക്ക് ഭയങ്കര ബോഡി പെയിനാണ്. എനിക്കാണെങ്കിൽ ഈ പ്രാവശ്യം പനി വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലൊക്കെ കിടന്നിട്ട് കരയുകയാണ് ചെയ്തത്. കാരണം ഭയങ്കര മേലുവേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. പനിയൊക്കെ മാറിയെങ്കിലും ആ ഒരു മന്ദത ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും ആ ക്ഷീണമുണ്ട് നല്ലപോലെ. എൻ്റെ ചെവിയൊക്കെ അടഞ്ഞിരിക്കണ പോലെ ഇപ്പോഴും ഒന്നും എനിക്ക് കേൾക്കാൻ വയ്യാത്ത പോലെയൊക്കെ എനിക്ക് തോന്നും ചില സമയത്ത്. അപ്പോൾ അങ്ങനെ ആ ഒരു 2-3 ദിവസം എങ്ങനെയോ തള്ളി നീക്കി, അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു എന്ന് പറയാം. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് അല്ല കേട്ടോ ഞാൻ ചെയ്യണത്. സാധാരണ നോർമലി നമ്മൾ അടിച്ചു വാരി തുടയ്ക്കണ പോലെയാണ് കേട്ടോ ചെയ്യണത്. ഇനിയിപ്പം കർക്കിടക സംക്രാന്തി വരാൻ പോവുകയാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അതിന് മുന്നായിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഒരു ഡീപ്പ് ക്ലീനിങ് എന്തായാലും ചെയ്യണം. അപ്പം ഞാൻ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് തുടച്ചിരുന്നേട്ടത്. വീക്കിലി നമ്മൾ ചെയ്യുന്ന ആ ഒരു ഡെയിലി നമ്മൾ ചെയ്യുന്ന ആ ഒരു ക്ലീനിങ് മാത്രമാണ് കേട്ടോ, ഡീപ്പായിട്ടൊന്നും ഞാൻ ക്ലീൻ ചെയ്യുന്നില്ല. അപ്പം ഈ സമയത്തൊക്കെ എനിക്ക് തീരെ വയ്യ കേട്ടോ. എനിക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, തുമ്മലും ഒക്കെ ഇങ്ങനെ വന്ന് തുടങ്ങണുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ എന്താ പറയുക, പകുതി ഇങ്ങനെ ഓക്കെയാണ്, പകുതി ഓക്കെ അല്ല എന്നുള്ള ലെവലിലാട്ടോ പോണത്. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം ഞാൻ വിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ബെഡ്ഷീറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. കുറേ പേരെന്നോട് ലിങ്ക് ചോദിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ലിങ്ക് ഷെയർ ചെയ്യാൻ കഴിയണില്ല, എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിലുള്ള ഒട്ടുമിക്ക ബെഡ്ഷീറ്റും ഫിറ്റഡ് ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഫിറ്റഡ് ഉപയോഗിക്കാനാണ് കുറച്ചുകൂടെ താല്പര്യം. പക്ഷേ എനിക്ക് ഇതിൻ്റെ പ്രിൻറ്റ് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ബെഡ്ഷീറ്റ് വാങ്ങിച്ചത്. പക്ഷേ ഇതിൻ്റെ ക്ലോത്തൊക്കെ ആയാലും അടിപൊളിയാണ്. എനിക്ക് ഇതുപോലത്തെ പ്രിൻറ്റ് വന്ന ബെഡ്ഷീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ ഞാൻ കുളിക്കാനാണ് കേട്ടോ പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ.